വൈദ്യുതി സബ്സിഡി നൽകുന്നതിലെ അനിശ്ചിതത്വത്തിന് പരിഹാരം നിർദ്ദേശിക്കാതെ ബജറ്റ്. KSEB പിരിക്കുന്ന വൈദ്യുതി തീരുവ സർക്കാരിലേക്ക് അടയ്ക്കണമെന്ന നിർദ്ദേശത്തിൽ ബജറ്റിൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഉണ്ടായില്ല. ബോർഡ് പിരിക്കുന്ന തീരുവയിലൂടെയായിരുന്നു 70 ലക്ഷത്തോളം ഉപഭോക്താക്കൾക്ക് സബ്സിഡി നൽകിയിരുന്നത്. വൈദ്യുതി വിതരണ ലൈസൻസുകൾക്ക് നികുതി കൂട്ടിയതോടെ പ്രതിവർഷം 100 കോടിയോളം രൂപ KSEBക്ക് അധിക ബാധ്യതയുണ്ടാകും. പ്രതിമാസം 120 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന 70 ലക്ഷത്തോളം സാധാരണ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഒരു വർഷം 410 കോടി രൂപയാണ് സർക്കാർ സബ്സിഡി നൽകി വരുന്നത്. KSEBക്ക് നേരിട്ട് പണം നൽകുന്നതിന് പകരം ബോർഡ് പിരിക്കുന്ന വൈദ്യുതി ചാർജിന്റെ 10% വൈദ്യുതി തീരുവയിൽ നിന്ന് സർക്കാർ നൽകേണ്ട സബ്സിഡി, പെൻഷൻ തുകകൾ ഈടാക്കാൻ അനുവദിക്കുന്നതായിരുന്നു രീതി. എന്നാൽ കഴിഞ്ഞ ഒക്ടോബറോടെ സ്ഥിതി മാറി. ബോർഡ് പിരിക്കുന്ന മുഴുവൻ തീരുവയും സർക്കാരിന് നൽകണമെന്നാണ് ഉത്തരവ്. എന്നാൽ പിരിക്കുന്ന തുക ബോർഡ് തിരിച്ചടച്ചാൽ 70 ലക്ഷം പേരുടെ സബ്സിഡി എന്താകും എന്നതിന് ബജറ്റിലെങ്കിലും മറുപടി ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ സബ്സിഡിയുടെ കാര്യം ധനമന്ത്രി മിണ്ടിയില്ല. സബ്സിഡി നൽകാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ 410 കോടിയുടെ അധിക ബാധ്യതയാണ് ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടുക. KSEB അടക്കം സംസ്ഥാനത്തെ വൈദ്യുതി വിതരണ ലൈസൻസുകളുടെ തീരുവ യൂണിറ്റിന് 6 പൈസയിൽ നിന്ന് 10 പൈസയായാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ പ്രതിവർഷം 25,000 മില്യൺ യൂണിറ്റ് വൈദ്യുതി വിൽക്കുന്ന KSEB 100 കോടി രൂപ സർക്കാരിന് അധികമായി നൽകേണ്ടി വരും. എന്നാൽ ഈ അധിക സാമ്പത്തിക ഭാരം ഉപഭോക്താക്കളിൽ നിന്ന് ബോർഡിന് ഈടാക്കാൻ വ്യവസ്ഥയുമില്ല. പുനരുപയോഗ വൈദ്യുതി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നയമെങ്കിലും പുനരുപയോഗ വൈദ്യുതി ഉൽപ്പാദകർക്ക് തിരിച്ചടിയുണ്ടാകുന്ന പ്രഖ്യാപനവും ബജറ്റിലുണ്ടായി. ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ സർക്കാരിന് നൽകേണ്ട 1.2 പൈസ നികുതി 15 പൈസയായാണ് വർദ്ധിപ്പിച്ചത്. 1.5 ലക്ഷത്തോളം വരുന്ന സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദകർക്ക് ഇത് അധിക ചെലവ് സൃഷ്ടിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.